വഖഫ് ബില്ലിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലേക്ക് ഇന്ന് ഹർജി നൽകും. അതേസമയം വഖഫ് ബില്ലിനെതിരെ ജാമിയ മില്ലിയ സർവകലാശാലയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും നീക്കമുണ്ട്. ഗൗതം അനന്ത് നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായും. ഗൗതം, കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അടുത്ത് മുസ്ലിം ലീഗ് നേതാക്കൾ എംപിമാരടക്കം നിവേദനം നൽകിയിരുന്നു. വഖഫ് നിയമം കൊണ്ടുവരാതിരിക്കാൻ, ബില്ലിൽ ഒപ്പിടരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിടുകയും നിയമമായി തന്നെ വരികയും ചെയ്തിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വഖഫ് ബില്ലിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ദേവിക, ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. രാവിലെ 10 മണിക്ക് PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും ഹാരിസ് ബീരാനും ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കൾ ഇക്കാര്യം വിശദീകരിക്കാനായി ഡൽഹിയിലൊരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതായത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ സമീപിക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും സമാനമായ രീതിയിലുള്ള തെറ്റായ പ്രചരണം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ ലീഗ് സുപ്രീം കോടതിയിൽ ഈ ഹർജി നൽകുന്ന ഘട്ടത്തിൽ തന്നെ JNU അതോടൊപ്പം തന്നെ ജാമിയ മിലിയ സർവകലാശാലകളിൽ പ്രതിഷേധത്തിന് ഈ മുസ്ലിം സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതായത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമാനമായ രീതിയിലുള്ള തെറ്റായ പ്രചരണം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഈ മുസ്ലിം സംഘടനകൾ നടത്തിയിരുന്നു. മുസ്ലിം ലീഗ് മാത്രമല്ല, AIMIM, അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM, അതോടൊപ്പം തന്നെ അസാമിലെ തീവ്ര മുസ്ലിം സംഘടനയായ AIUDF, ഇത്തരം സംഘടനകളും അതോടൊപ്പം തന്നെ അവർക്ക് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ വലിയ പിന്തുണയും ലഭിച്ചപ്പോഴാണ് ഡൽഹിയിൽ ഉൾപ്പെടെ കലാപങ്ങൾ രൂപപ്പെട്ടത്. കാരണം മുസ്ലിം സമൂഹത്തിനിടയിൽ CAA-ക്കെതിരെ നടത്തിയ ഈ പ്രചരണം എന്നത് CAA നടപ്പാക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പൗരത്വം ഇന്ത്യയിൽ നഷ്ടപ്പെടുമെന്നും അവർക്ക് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്നതായിരുന്നു ഇവരുടെ പ്രചരണം. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് വലിയ കലാപങ്ങൾ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലും അതോടൊപ്പം അസ്സാമിലെ ഗുവാഹട്ടിയിലും കർണാടകയിലെ മംഗലാപുരത്തുമൊക്കെ നടന്നത്. പിന്നീട് പോലീസിന് വെടിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകര സംഘടനകൾ ആ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് മുസ്ലിം ലീഗും മറ്റും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മലപ്പുറത്ത് നിന്ന് ഡൽഹിയിലെത്തി സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നതും അതിനൊപ്പം തന്നെ ഈ ജാമിയ മിലിയ പോലെ ഈ ദേശവിരുദ്ധ സംഘടനകൾക്ക് സ്വാധീനമുള്ള രാജ്യത്തെ ക്യാമ്പസുകളിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും. ദേവിക. ശരി ഗൗതം.